മലയാള സിനിമയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. BBC-യുടെ ഒരു പ്രതിനിധി എന്നെ വിളിച്ചിരുന്നു. അവർക്കൊരു ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു. അപ്പൊ BBC വരെ ഇത് പ്രശ്നമാക്കിയിരിക്കുകയാണ്. അത് വളരെ നല്ല പ്രശസ്തി ഉണ്ടായിരുന്ന മലയാള സിനിമ വ്യവസായ രംഗം അല്ലെങ്കിൽ മലയാള സിനിമയിലെ അഭിനയ രംഗം ഇങ്ങനെ ദുഷ്പേരുകൾക്ക് കാരണം എന്താണ് എന്നാണ് അവരുടെ ചോദ്യം. അപ്പൊ എനിക്ക് അവരോട് തൽക്കാലം സംസാരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ തിരക്കിലായിരുന്നപ്പോൾ. അപ്പൊ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നതാണ്. ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ. എന്നെ കുറിച്ച് ഞാൻ മലയാള സിനിമയിൽ ഗാനരചയിതാവിൽ പ്രവേശിച്ചിട്ട് 58 കൊല്ലം കഴിഞ്ഞു. 58 വർഷം. ഞാൻ സംവിധായകനും നിർമ്മാതാവുമായിട്ട് 50 വർഷം കഴിഞ്ഞു. ഞാൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചന്ദ്രകാന്തത്തിന്റെ 50ാം വർഷമാണ് 2024. 1974 എൻ്റെ ആദ്യ സിനിമ പുറത്തിറങ്ങുന്നത്. അന്ന് എനിക്ക് വെറും 34 വയസ്സായിരുന്നു പ്രായം. അപ്പം ഇത്രയും കാലം ഞാൻ മലയാള സിനിമയെ സ്നേഹിച്ചതുകൊണ്ട്, മലയാള സിനിമയിൽ നിന്നതുകൊണ്ട് ആധികാരികമായി തന്നെ മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അവകാശമുണ്ട്, അറിവുമുണ്ട്. കന്നഡത്തിൽ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ 4 ഭാഷകളെ പ്രതിനിധീകരിക്കുന്ന സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന ട്രേഡ് കൂടിയിൽ 15 വർഷക്കാലം ഞാൻ ഭരണസമിതിയിലുണ്ടായിരുന്നു. അതായത് 35ാമത്തെ വയസ്സ് മുതൽ ഞാൻ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഭരണസമിതിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് മലയാളം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലെ പ്രത്യേകതകളും എനിക്കറിയാം. ഒരു കാര്യം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ മലയാള സിനിമയെ താറടിച്ച് കാണിക്കുമ്പോൾ ഏറ്റവും കുറവ് സ്ത്രീ പീഡനം നടക്കുന്ന മലയാളത്തിലാണ്. മറ്റു 3 തെന്നിന്ത്യൻ ഭാഷകളിൽ നടക്കുന്ന അത്ര തെറ്റുകൾ, സ്ത്രീ പീഡനങ്ങൾ മലയാളത്തിൽ നടക്കുന്നില്ല. ഇതാണ് സത്യം. ഈ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ. കാരണം ഞാൻ പറയാം, കന്നഡത്തിൽ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. എൻ്റെ ഗാനം എന്ന സിനിമയിൽ നായകനായ അംബരീഷിനെ പ്രധാന കഥാപാത്രമാക്കി ഞാൻ ഒരേ രക്ത, മലയാളത്തിൽ പറഞ്ഞാൽ ഒരേ രക്തം എന്ന സിനിമ ഞാൻ കന്നഡത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ കന്നഡ സിനിമയുടെ സ്വഭാവം ഞാൻ മനസ്സിലാക്കി. എൻ്റെ മകൻ തെലുങ്ക് ഡയറക്ടറായിരുന്നു. അപ്പോൾ തെലുങ്ക് സിനിമയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ മകനിലൂടെ. മാത്രമല്ല, സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ കൊമേഴ്സ് ഉണ്ടായിരുന്ന തെലുങ്ക് നിർമ്മാതാക്കൾ എന്നും തെലുങ്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നും എനിക്ക് തെലുങ്ക് സിനിമയെക്കുറിച്ച് പറയാം. അപ്പൊ അതുകൊണ്ട് മലയാള സിനിമ രുചിച്ചുപോയി അവിടെ സ്ത്രീപീഡനം നടക്കുകയാണ് എന്ന പ്രചരിപ്പിക്കുവാൻ ഒന്ന് ആലോചിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ഞാൻ ഉത്തരം പറയാം. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ? ഈ പവർ ഗ്രൂപ്പ് എന്ന പേരൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ മലയാള സിനിമയിൽ താരാധിപത്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ പ്രേംനസീർ, സത്യൻ, മധു എന്നീ 3 നായകന്മാർ സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഞാൻ വരുന്നത്. എൻ്റെ പ്രവേശനം, ഞാൻ പ്രവേശിക്കുന്ന കാലത്ത് പ്രേംനസീർ, സത്യൻ, മധു ഈ 3 നായകന്മാരേ ഉള്ളൂ. അത് കഴിഞ്ഞ് രാഘവൻ, വിൻസെന്റ്, സുധീർ തുടങ്ങിയവർ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കയറി കഴിഞ്ഞാൽ നിർമ്മാതാവ് കഴിഞ്ഞ് അവരൊക്കെ വന്നത്. അപ്പൊ ഈ 3 പേരാണ്. അന്നിവിടെ കാസ്റ്റിംഗ് കൗച്ചെന്നും ഇപ്പോൾ പവർ ഗ്രൂപ്പൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം,
പ്രേംനസീറും സത്യനും ഒരുമിച്ച് പല പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മിക്കവാർക്കും യാതൊരു എതിർപ്പുമില്ലായിരുന്നു. സത്യന്റെ ഭാഗം കൂടിപ്പോയിരുന്നു പ്രേംനസീർ പരാതി പറയില്ല, പ്രേംനസീറിന്റെ ഭാഗം കൂടിപ്പോയിരുന്നു സത്യനും പരാതി പറയില്ല. അവർ ഒരുമിച്ച് അഭിനയിക്കുമായിരുന്നു മിക്കവാറും പടങ്ങളിൽ. പക്ഷേ സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ എന്ന വിളികളൊന്നും അതുണ്ടായിരുന്നില്ല. സൂപ്പർ സ്റ്റാർ പ്രേംനസീർ, മെഗാസ്റ്റാർ സത്യൻ അങ്ങനെയൊന്നും ഉണ്ടാക്കുമായിരുന്നു. ഈ വിളികൾ വന്നത് മമ്മൂട്ടി മോഹൻലാലും വന്നതിന് ശേഷമാണ്. എന്താണ് മലയാള സിനിമയിൽ ഉണ്ടായ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ കാസ്റ്റിംഗ് കൗച്ചിൽ പറയാം. കാസ്റ്റിംഗ് കൗച്ചിൽ എനിക്കറിയില്ല, എനിക്കറിയാത്തായിരിക്കും. ഞാൻ എൻ്റെ ഷൂട്ടിംഗ് സ്ഥലം ഒരു ദേവാലയം പോലെ സൂക്ഷിച്ചാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അർത്ഥം എനിക്ക് മനസ്സിലാവില്ല എന്താ കാസ്റ്റിംഗ് കൗച്ചത്. അങ്ങനെ അത്രയും അച്ചടക്കം പാലിച്ചത് കൊണ്ട് എൻ്റെ പടത്തിൽ അഭിനയിക്കാത്തവരുണ്ട്. അത്ര അച്ചടക്കം അവർ ഇഷ്ടപ്പെടുന്നില്ല. ആ അച്ചടക്കം ഞാൻ നിർണയിക്കുന്ന അച്ചടക്കത്തിൽ ഒതുങ്ങി നിൽക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് കാശി തരാത്തവരുണ്ട്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നില്ല, പവർ ഗ്രൂപ്പ് എന്ന് പേര് എനിക്കറിയില്ല. പക്ഷേ 90-കൾക്ക് മുമ്പുള്ള മലയാള സിനിമ അല്ല 90-ക്ക് ശേഷം വന്ന മലയാള സിനിമ. ഈ പുരുഷ മേധാവിത്വം വന്നത് 90-ക്ക് ശേഷമാണ്. താരാധിപത്യം വന്നത് 90-ക്ക് ശേഷമാണ്. ഇപ്പോ മധു നടൻ, മധുചേട്ടൻ വിളിക്കുന്ന മധു നടൻ എടുക്കുക. അദ്ദേഹത്തിന്റെ പേരിൽ ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ട് അനവധി ആളുകൾ വന്നു. ഒന്നും വേണ്ട, ഒരു അസോസിയേഷൻ വേണ്ട, എനിക്ക് ഫാൻസ് ഉണ്ട്, അവർ മതി, എനിക്ക് അസോസിയേഷൻ വേണ്ടത്. അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. ഒരു കാരണവശാലും എൻ്റെ പേരിൽ അസോസിയേഷൻ രൂപീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലാണ് മതി. അദ്ദേഹം ഒരിക്കലും ഫാൻസ് അസോസിയേഷൻ അതൊരു അപകടമായി മാറുമെന്ന് അദ്ദേഹം അറിയാമായിരുന്നു. 90-കൾക്ക് മുമ്പ് എന്താ നടന്നതെന്ന് ചോദിച്ചാൽ, സംവിധായകനും നിർമ്മാതാവും ചേർന്ന് അവരുടെ പടത്തിൽ ആര് നായകനാകണം തീരുമാനിച്ചിരുന്നു 90 വരെ. എൻ്റെ പടത്തിൽ ആര് നായകനാണ് ഞാനത് തീരുമാനിക്കുന്നത്. ഞാനാണ് നിർമ്മാതാവ്, സംവിധായകനും. ഇപ്പം നിങ്ങളൊക്കെ എന്നെ പാട്ടെടുത്തുകാരെന്ന് പറഞ്ഞു. ഞാൻ 26 പടം നിർമ്മിച്ചാണ്, നിർമ്മാതാവാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പടങ്ങൾ നിർമ്മിച്ച 10 പേരിൽ ഒരാളാണ് ഞാൻ. 26 പടങ്ങളാണ് നിർമ്മിച്ചത്. 42 ഡോക്യുമെന്ററികൾ നിർമ്മിച്ചു. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് നിർമ്മാതാവ് സംവിധാനം നിലയിലാണ്. അപ്പോൾ നസീർ സാറ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അത് ഒരു ആവശ്യം പറയാറില്ല. അപ്പോൾ എൻ്റെ കാലത്ത്, ഞാൻ പ്രവേശിക്കുന്ന കാലത്ത്, ഞാൻ നിർമ്മാതാവാകുന്ന കാലത്ത് ഞങ്ങൾ നിർമ്മാതാക്കളും സംവിധായകരുമാണ് ഞങ്ങളുടെ സിനിമയിൽ ആരഭിനയിക്കണം തീരുമാനിച്ചത്. കഥ എന്താണെന്ന് തീരുമാനിച്ചത് ഞങ്ങളാണ്. പക്ഷേ 90-ന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരു ചെറിയ കാലഘട്ടത്തിൽ സുരേഷ് ഗോപിയും സൂപ്പർ താരം മെഗാതാരം എന്നൊക്കെ സ്വയം പേരുകൾ സ്വീകരിച്ച് നിന്ന കാലത്ത് കഥ മാറി. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞങ്ങളെ സംവിധാനം ചെയ്യേണ്ട ആരായിരിക്കണം എന്ന് അവർ തീരുമാനിച്ചു. ഞങ്ങളുടെ നടികന്മാരെ തിരഞ്ഞെടുത്തു. പക്ഷെ ഇവർ താരങ്ങളായപ്പോൾ അവരെ ആര് സംവിധാനിച്ചത് അവർ തീരുമാനിച്ചു. അപ്പോഴാണ് താരമേധാവിത്വം വന്നത്. അതിനെ വേണമെങ്കിൽ പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. കാരണം മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന കഥ എഴുത്തുകാരൻ, മോഹൻലാൽ പറയുന്ന പോലെ ഷോട്ട് എടുക്കുന്ന സംവിധായകൻ, പിന്നെ സംവിധായകൻ എന്നെപ്പോലൊരു സംവിധായകൻ വന്നാൽ ബഹുമാനിക്കണം. കാരണം എൻ്റെ പ്രായത്തെ ബഹുമാനിക്കണം, എൻ്റെ പാരമ്പര്യത്തെ ബഹുമാനിക്കണം. പക്ഷെ അവർ സംവിധാനം സൃഷ്ടിക്കാൻ തുടങ്ങി. രണ്ട് കഥ ഒരു എഴുത്താൻ പോയി പറഞ്ഞാൽ, ഒരു കാര്യം ചെയ്യണം, നിനക്ക് ഈ കഥ നമുക്ക് ജോഷി കൊടുക്കാം, ഈ കഥ നമുക്ക് വേറൊരു ഡയറക്ടർ അയച്ചു കൊടുക്കാം. എന്ത് ഈ വൈകി നടനായി, കഥ കേൾക്കുന്ന നടനാണ്. ഇന്നിപ്പോൾ നമുക്ക് സിനിമ നിർമ്മിക്കുന്ന ഇന്നത്തെ കാര്യം, ഇന്നിപ്പോൾ ഈ പവർ ഗ്രൂപ്പ് തകർന്നിരിക്കുന്ന സമയമാണ്.